രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് സിനിമാ നടനും സംവിധായകനുമായ മേജർ രവിയുടെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് കരുത്താകാൻ രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിക്കണമെന്ന് മേജർ രവി തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. കാര്യങ്ങൾ ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ കഴിവുള്ളയാളാണ്. രാജീവ് ചന്ദ്രശേഖറിന് 10 പൈസ കട്ടുമുടിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ അത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾക്കും ഗുണം ചെയ്യും. ജയിക്കേണ്ട സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെ എന്നതിൽ ഒരു സംശയവുമില്ലെന്നും അദ്ദേഹം പറയുന്നു. ആർക്കെങ്കിലും വോട്ട് കുത്തിയിട്ട് കാര്യമില്ല. തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി ഡൽഹിക്ക് പോയി തിരിച്ചു വരാമെന്നല്ലാതെ ഒരു നേട്ടവും ഉണ്ടാകില്ല. അടുത്ത 5 വർഷത്തെ വികസനമാണ് പിന്നീടുള്ള 15 വർഷം ഉണ്ടാവുക. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർ ചെയ്യുന്ന ഓരോ വോട്ടും അടുത്ത തലമുറയ്ക്കുള്ള വോട്ടാണ് എന്ന് മേജർ രവി കുറിപ്പിൽ പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കേണ്ടത് തിരുവനന്തപുരത്തെ ഓരോ വോട്ടർമാരുടെയും കടമയാണ്. അദ്ദേഹം ജയിച്ചാൽ തിരുവനന്തപുരത്ത് വികസനത്തിന്റെ അത്ഭുതമായിരിക്കും ഉണ്ടാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്നത്. മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ രാജീവ് ചന്ദ്രശേഖറിനെയും വിജയിപ്പിച്ചയക്കണം. തിരുവനന്തപുരത്തിനു വേണ്ടി സംസാരിക്കാൻ ലോക്സഭയിൽ ഒരു MP വേണം. അത് രാജീവ് ചന്ദ്രശേഖർ ആയാൽ ജനങ്ങൾക്ക് തന്നിൽ അർപ്പിച്ച വിശ്വാസം രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മോദിയിലെത്തിക്കും. മോദിയുമായി നല്ല ബന്ധം രാജീവ് ചന്ദ്രശേഖറിനുള്ളതിനാൽ അതിന്റെ ഗുണം തിരുവനന്തപുരത്തിന് കിട്ടും. കാര്യങ്ങൾ ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ കഴിവുള്ളവനാണ്. രാജീവ് ചന്ദ്രശേഖറിന് 10 പൈസ കട്ടുമുടിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ അത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾക്കും ഗുണം ചെയ്യും. ജയിക്കേണ്ട സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെ എന്നതിൽ ഒരു സംശയവുമില്ല. ആർക്കെങ്കിലും വോട്ട് കുത്തിയിട്ട് കാര്യമില്ല. തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി ഡൽഹിയിൽ പോയി തിരിച്ചു വരാമെന്നല്ലാതെ ഒരു നേട്ടവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറയുന്നു. അടുത്ത 5 വർഷത്തെ വികസനമാണ് പിന്നീടുള്ള 15 വർഷം ഉണ്ടാവുക. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർ ചെയ്യുന്ന ഓരോ വോട്ടും അടുത്ത തലമുറയ്ക്കുള്ള വോട്ടാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ജനങ്ങൾ വെറുക്കുന്നത് അഴിമതിയെയാണ്. രാജീവ് ചന്ദ്രശേഖറിനെ അഴിമതി നടത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 10 വർഷം തിരുവനന്തപുരത്ത് ഒരു വികസനവും നടന്നില്ല. അത് ആവർത്തിക്കണമോ അതോ വികസനത്തിന്റെ പെരുമഴക്കാലം വരണമോ എന്നാണ് വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ 1ാം ലാപ്പ് പൂർത്തിയാക്കുമ്പോൾ ജനപിന്തുണയിൽ വലിയ മുന്നേറ്റമാണ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ അർപ്പിക്കുന്നത്. TP ശ്രീനിവാസൻ, G. വിജയരാഘവൻ അടക്കമുള്ള പ്രഗത്ഭർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോടും വികസന രാഷ്ട്രീയത്തോടും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരും തിരുവനന്തപുരത്ത് ജയസാധ്യത കൽപ്പിക്കുന്ന സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് പറയുന്നത്. അഴിമതിയുടെ കറ പുരളാത്ത സംശുദ്ധ രാഷ്ട്രീയവും വികസന കാഴ്ചപ്പാട് മാത്രം പറയുന്നതുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്ലസ് പോയിന്റുകൾ. തിരുവനന്തപുരത്തെ വികസന മുരടിപ്പിന്റെ കാര്യകാരണങ്ങൾ ഡേറ്റ് നിരത്തിയാണ് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. പറയുന്നത് ചെയ്യുമെന്നും ഇനി കാര്യം നടക്കുമെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ ജനമേറ്റെടുത്തുവെന്ന് വ്യക്തമാക്കുന്നതാണ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ കാട്ടിത്തരുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.